ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കാരും ഒരു ചിന്ത ഉണ്ടാവില്ലേ, നമുക്കൊരു സെക്കൻഡ് ഒരാൾ വേണോ? അതായത് ഓൾറെഡി നമ്മൾ ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിച്ചു, ഇനിയിപ്പോ നമ്മൾ ചിലർ വിചാരിക്കും ഇനിയിപ്പോ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, ഒറ്റയ്ക്ക് ജീവിക്കാം. അപ്പോൾ പെട്ടെന്ന് ഇനി ഇപ്പൊ ക്രിസ്തേട്ടൻ ലൈഫിലേക്ക് വന്നു. ക്രിസ്തേട്ടൻ എന്നൊരു തീരുമാനം എപ്പോഴായിരുന്നു? ക്രിസ്തേട്ടൻ മതി എന്നുള്ളൊരു തീരുമാനം എപ്പോഴായിരുന്നു? ആ ഒരു ഉറപ്പ് എങ്ങനെയായിരുന്നു കിട്ടിയത്? പുള്ളി എന്റെ ലൈഫിൽ വന്ന അടിപൊളിയായിരിക്കും, എന്റെ ജീവിതം കുറച്ചുകൂടി ഹാപ്പി ആയിരിക്കും എന്ന് തോന്നുന്നു. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ വളരെ മോശം. എങ്ങനെയായിരുന്നു ചേച്ചിക്ക് ആ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റൂല. ഇയാളാണ് എന്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു തീരുമാനം എപ്പോഴെടുത്തെ? ഹാപ്പി ആയിരിക്കും അതങ്ങനെ തീരുമാനം എങ്ങനെ എടുക്കല്? ഈ 4 പേരെ നിർത്തിയിട്ട് ഇതിൽ ആരെ വേണമെന്നൊന്നും ചോദിച്ചില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ പറയാൻ പറ്റും. 4-5 പേര് നിർത്തിയിട്ട് ഇതിൽ ആരെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാള് മതി എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ കുറെ നാള് കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് ആ വ്യക്തിനെ മനസ്സിലാക്കിയിട്ട് കൊള്ളാം. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാലും നമ്മൾ ഒരാൾ ലൈഫിലേക്ക് വരുമ്പോ ഇയാള് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും നമുക്ക് തോന്നൂലേ? അവരുടെ ക്യാരക്ടർ എനിക്ക് അവിടുന്ന് നമുക്ക് എന്താണ് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മീൻസ് ഇവരായിട്ടല്ല, വേറെ ആർട്ടിസ്റ്റുകളായിട്ട് സംസാരിച്ചായിരുന്നു. പിന്നെ ആ രീതി, സംസാര രീതി, പെരുമാറ്റമൊക്കെ ഇഷ്ടമായിരുന്നു. ചേട്ടന് എപ്പോഴാ തോന്നിയത് ദിവ്യ മതി എന്നുള്ളൊരു ഫീലിംഗ്? അനിയത്തി ചോദിച്ചു, ഞാനിങ്ങനെ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു, അവിടെയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല. എന്നോടും ചോദിച്ചപ്പോ ഞാൻ തമാശ പറയാന്നു ചോദിച്ചു. പിന്നെ മോളോട് ചോദിച്ചു, മോൾ ഓക്കെ പറഞ്ഞു. അതിന് വിശദീകരിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ള ഒരു 8 മാസം? ഹാപ്പി? എന്താണ് നിങ്ങളുടെ ഒരു ജേണി? രണ്ടുപേരും ഒരുമിച്ച് ഷൂട്ടില് പോവാ, സെറ്റില് പോവാ? ഇല്ല, അങ്ങനെയല്ല. രണ്ടുപേരും 2 സെറ്റാണ്, 2 ഷെഡ്യൂളാണ്. എനിക്ക് ഇടയ്ക്ക് ഹൈദരാബാദ് ഷൂട്ട് വരും, കുഞ്ഞുമോക്ക് വേറെ സ്ഥലത്ത് വർക്ക് വരും. ഇനോഗ്രേഷൻസിന് പോകുന്ന ഉള്ള ടൈം, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്ന കുറച്ച് സമയം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ കുഞ്ഞുമോൾ അതിൽ ബിസി ആയിരിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ ഔട്ടിലായിരിക്കും. 8 മാസം പോയത് അറിഞ്ഞില്ല. ഇത് 8ാമത്തെ മാസം. ഈ മാസം 30-ാം തീയതി ആകുമ്പോൾ 8 മാസം. നമ്മള് ഓൾറെഡി ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് രണ്ടുപേർക്കും. അപ്പൊ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പോരായ്മകളും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു മേന്മകളും പറഞ്ഞു. അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? പോരായ്മ എന്തായാലും ഇപ്പൊ എനിക്ക് കുറേ പോരായ്മയാണ്, കുറേ കുറ്റവും കുറവും തീർച്ചയായിട്ടും ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നാച്ചുറലി അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന്. പുള്ളിക്കാരുടെ എങ്ങനെ നമ്മൾ സൈലന്റ് ആവേണ്ടടുത്ത് നമ്മൾ സൈലന്റ് ആയാൽ മതി, അപ്പൊ കുഴപ്പമില്ല. എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഏത് നേരം എന്താണ് പൈങ്കിളിക്കഥ മാതിരി ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുന്നതാണ്. നമ്മൾ കുടുംബമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ഏട്ടന് ബിസി ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇതാകുമ്പോൾ ഏട്ടനത് ഇഷ്ടപ്പെടില്ല. ചിലപ്പം ഏട്ടൻ പറയുന്ന കാര്യങ്ങൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയുന്ന രീതി ആയിരിക്കില്ല ഏട്ടൻ എടുക്കുന്നത്, ഏട്ടൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല ഞാൻ എടുക്കുന്നത്. അപ്പം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, അത് ശരിയാവും. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞിപ്പോ പ്രശ്നം. നമ്മളിപ്പോ ചിരിച്ചാലും പ്രശ്നമാണ്, ചിരിച്ചില്ലെങ്കിലും പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. ഇപ്പൊ എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അവരോട് ചോദിക്കേണ്ടി വരും. പല ഇന്റർവ്യൂസിലും ഞാൻ ഇങ്ങനെ നോക്കും, കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടത്തൻ. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അത് കോഴിക്കോടാണോ അതോ കുറുക്കനാണോ എന്താണെന്നുള്ളത് അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ അങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരിക. കുറുക്കന്റെ കണ്ണ് ഇപ്പോഴും അവിടെ തന്നെ. നിങ്ങൾ പിടിച്ചുപിടിയിരുത്തി എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഇതെന്റെ ഭാര്യയാണ്, ഞാൻ ഇങ്ങനെ നോക്കുള്ളൂ. അല്ലാതെ ചോദ്യം ചോദിക്കും, പറയൂ എന്തൊക്കെയാണ് എന്നൊന്നും ഞാൻ വരത്തില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സൗകര്യം. രണ്ടുപേരും റൊമാൻറ്റിക് ആണോ? ഞാൻ റൊമാൻറ്റിക് ഒന്നുമല്ല. ഇപ്പല്ല കണ്ണു കേട്ട പോലെ ഇപ്പൊ അല്ല. എല്ലാവർക്കും തിരക്കുണ്ടല്ലോ, അപ്പൊ അതിനൊന്നും സമയമില്ല. ജീവിതം അങ്ങ് അതിന്റെ വഴിക്ക് പോകണം. ആ സമയം കിട്ടുമ്പോൾ ആ മെസ്സേജ് സംസാരിക്കാൻ. അല്ലാണ്ട് എപ്പോഴും അങ്ങനെയൊന്നും അല്ല. ഇല്ല, ഇപ്പൊ ആദ്യം ഉള്ള പോലെ എന്തായാലും ആവില്ല. അത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ കാര്യം മാത്രമൊന്നുമല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പൊ സ്നേഹിച്ച് നടക്കുന്ന അതുപോലെയാണ് കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടാവില്ല. അല്ല, ഒരു കുട്ടിയായതിനു ശേഷം ഉണ്ടാവുന്ന ലൈഫ് വേറെയല്ലേ. അതങ്ങനെ തന്നെ, നമ്മളിതും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ യങ് ഏജില് കാമുകന്മാര് നിനക്ക് വേണ്ടി ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിക്കുന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആ കൂലിപ്പണി എടുത്താലും ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആള് നിന്റെ വീട്ടിൽ നിന്ന് എത്ര സ്ത്രീധനം കിട്ടും ചോദിച്ചുകൊണ്ട് വരുന്ന ആളായിരിക്കും. പിന്നെ എന്തിനാ കൂലിപ്പണി എടുക്കാന്ന് പറഞ്ഞ് അതൊക്കെ ആ സമയത്ത് ഞാൻ അങ്ങ് പറയുന്നത് എന്നുള്ള ആ ഒരു ടൈപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ
കാര്യമാണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതൊരു ഡിഫറെൻ്റ് ആണ്. ഇത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കാമുകനായിട്ട് ഞങ്ങൾ അങ്ങനെ പ്രണയിച്ച് കത്ത് കൊടുത്ത് വിളിച്ചിരുന്ന് വീട്ടുകാരെ പറ്റിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇടയ്ക്ക് ആൾക്കാർ ഞാൻ എപ്പോഴും പുള്ളിക്കാരുടെ വീട്ടിൽ, ഞാൻ അങ്ങനെ പോലും എനിക്കിപ്പോൾ വീട്ടിൽ പോലും പോകാൻ സമയം കിട്ടാറില്ല. കല്യാണത്തിന് മുന്നേ ഫുൾ ടൈം ഞാൻ പുള്ളിക്കാരുടെ വീട്ടിനകത്തായിരുന്നു എന്നാണ് ചില ആൾക്കാർ പറഞ്ഞ കഥയൊക്കെ പരത്താൻ നോക്കിയത്. ഇപ്പോഴേ എനിക്ക് വീട്ടിൽ പോകാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? കാണാൻ പോലും സമയം കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിന്നെ പറയും അതേ നോക്കണോ കിളവന്റെ കൺ. ഇവർക്ക് എന്തിന്റെ അസുഖമാണ്? ഈ പറയുന്നവരാരും നമ്മളെ നേരിട്ട് കണ്ടില്ലല്ലോ. അവര് ഈ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് നമ്പർ കൊടുത്തത്. വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നമ്മൾ എങ്ങനെയാണെന്ന് പോലും കണ്ടില്ല. ബീങ് എ ലോയറിന്റെ ബോർഡിന്റെ താഴെ അങ്ങനെ നമ്പർ വെക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ക്ലയൻസിനെ വിളിക്കാനാണെന്നുണ്ടെങ്കിൽ ലീഗൽ സൈഡിൽ അതങ്ങനെയാണ്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് വെച്ചേ ഉള്ളൂ. അല്ലാതെ എന്നാലും കമന്റ് ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ വന്ന് നോക്കിയോ നമ്പർ ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചാൽ. ഇപ്പോഴും പല ആൾക്കാരും വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എനിക്ക് ലീഗൽ ഹെൽപ്പ് വേണം എന്ന് ചോദിക്കുന്നത് ഞാൻ തിരിച്ചു വിളിക്കാം. മാക്സിമം ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്, മാക്സിമം റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിലേക്ക്. ചേട്ടന് തന്നെ അറിയാം ഇപ്പൊ ആളുകൾ ഈ കമന്റ് ചെയ്യുന്ന ഹീസ് ടു ഓൾഡ് ഫോർ ഹെയർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചേട്ടന് എന്താ തോന്നാറ്? അതൊരു കോൺഫിഡൻസ് ആയിട്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പോട്ടെ, ഇത് കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാനുള്ള ഒരു കമന്റ് ആ രീതിയിൽ നോക്കാറുണ്ട്. അവർ പറയുന്നത് സെക്ഷൽ ഇൻകേപ്പബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അവർ എൻ്റെ കൂടെ കിടന്നവരായിരിക്കണം. അല്ലല്ലോ, അല്ല. സ്പെഷ്യലി ആണുങ്ങൾ അങ്ങനെ കമന്റ് അടിക്കുമ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഗേ അല്ല. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാനല്ല, ഞാൻ സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ലേഡീസ് ആണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. അപ്പോൾ അവരങ്ങനെ പറയുന്നത് ബേസ്ലെസ് ആണ്. അവർ പറഞ്ഞിട്ട് പോട്ടെ. കാരണം നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആവുന്നില്ല. Okay, if she has a complaint, she will come and tell me. She will not go and post it on social media. At least അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇനി സോഷ്യൽ മീഡിയയിൽ ഇടണോ ഇട്ടോളെ, കുഴപ്പമില്ല. സോഷ്യൽ മീഡിയയിൽ പോയി പറയണമെങ്കിൽ പറയാം, കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് ആലോചിച്ചു. ഹാവ് യു എവർ ട്രൈഡ് സ്ക്രാച്ചിങ് യുവർ ബാക്ക്? മുതുക് ചൊറിയാൻ നോക്കിയിട്ടുണ്ടോ? അതിപ്പോ എല്ലാവരും ചെയ്യൂലേ? ശരി, മുതുക് ചൊറിയുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തില്ല അല്ലേ? എവിടെയോ നമ്മുടെ ബോഡി സ്ട്രക്ചർ തന്നെ പറയുന്നുണ്ട് പട്ടിക്ക് എവിടെ വേണമെങ്കിലും അതിന് ചൊറിയാൻ പറ്റും, കഴുത്ത് കൈ കാലൊക്കെ ചെയ്യാൻ പറ്റും. മനുഷ്യൻ അങ്ങനെ പറ്റില്ല. എവിടെയോ നേച്ചർ ഇസ് ട്രൈങ് ടു ടെൽ യു ദാറ്റ് ഒരാൾ വേണം ആ എത്താത്ത സ്ഥലത്തൊന്നും ചൊറിയാൻ വേണ്ടിയിട്ടെങ്കിലും. ഇങ്ങനെ ചൊറിയാനല്ല, ശരിക്കുള്ള. അപ്പോൾ അങ്ങനെ നമ്മളൊരു സിംബയോട്ടിക് ആനിമലായിട്ട് വേണം നമ്മളെ കാണാൻ. നമുക്ക് ചില നീഡ്സ് ഉണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈഫ് ഉള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കും എന്ന് പറയുന്നത് അത്രയ്ക്ക് ദൃഢമായിട്ട് നിശ്ചയിക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാട് തന്നെയാണ്. യു ഹാവ് ടു ഹാവ് സമ്മൺ.